മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽസമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അലീനയും ഔതക്കുട്ടിയും കൂടെ എൽസമ്മയെ കാണുവാൻ വേണ്ടി അഞ്ചലിലേക്ക് പോവുകയാണ്. ഇതേ സമയം തോട്ടത്തിൽ പോകുന്ന സ്റ്റാൻലി ബബിതയെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ബബിതയെ തോട്ടത്തിൽ കൊണ്ടുപോവുകയും ടൗണിൽ കൊണ്ടുപോയി ഐസ്ക്രീമും മറ്റും വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അലീന ചേച്ചിയുടെ പപ്പയുടെ സ്നേഹം കണ്ടിട്ട് ബബിതയ്ക്ക് സന്തോഷവും കൂടെ തന്നെ അമ്പരപ്പും തോന്നുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സന്ധ്യയ്ക്ക് ശേഷമാണ് അലീനയും ഔതക്കുട്ടിച്ചാനും തിരിച്ചെത്തിയത്. ബബിതയ്ക്ക് അലീനയോട് എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. സ്റ്റാൻലി അവളെ തോട്ടത്തിൽ കൊണ്ടുപോയതും കുളത്തൂപ്പുഴ ടൗണിൽ കൊണ്ടുപോയതും അതിനിടെ അവളോട് സംസാരിച്ചതുമെല്ലാം ഇതിനകം വിസ്തരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്തൊക്കെയോ പറയാൻ വിട്ടുപോയി എന്നാണ് അവളുടെ തോന്നൽ. അലീനയ്ക്കും അതിശയമായിരുന്നു. താൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ പോലും ഇത്ര പെട്ടെന്നൊരടുപ്പം പപ്പ കാണിച്ചിട്ടില്ല. തനിക്ക് സന്തോഷത്തോടൊപ്പം മനസ്സിൽ അസൂയക്കൂമ്പും തലനീട്ടിയോ എന്ന് അലീന സ്വയം ചിന്തിച്ചു. ഓഫീസിൽ ചെന്നപ്പം പപ്പയുടെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? ബബിത ചോദിച്ചു. അതിപ്പം 3 വട്ടം പറഞ്ഞു കഴിഞ്ഞു, അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഒരു മറവി. ബബിതയും ചിരിച്ചു. മറവിയല്ലടി, ആവേശം. പെണ്ണിന് എൻ്റെ പപ്പയെ നന്നായിട്ടങ്ങ് പിടിച്ചു പോയല്ലോ. എൻ്റെതൊന്ന് പറയല്ലേ ചേച്ചി, നമ്മുടേതൊന്ന് പറ. ഞങ്ങളുടെ അച്ഛനെ അലീന ചേച്ചിക്ക് വിട്ടു തന്നില്ലേ? ഒരു കഥയും അറിയാതെ തന്നെ അച്ഛനെ പങ്കുവയ്ക്കാൻ സമ്മതിച്ചില്ലേ? ശരിയാണ്, അലീനയ്ക്കിപ്പോൾ ആ വികാരം മനസ്സിലായി. അച്ഛൻ തനിക്ക് തന്ന അംഗീകാരവും സ്വാതന്ത്ര്യവും സ്നേഹവാത്സല്യങ്ങളും എല്ലാം അംഗീകരിച്ചിട്ടുള്ളവളാണ് ബബിത. അത് താൻ അവളുടെ സ്വന്തം സഹോദരിയാണെന്ന് അറിയുന്നതിന് മുൻപേ. നീ എടുത്തോടി എൻ്റെ പപ്പയെ. സോറി, അങ്ങനെ പറഞ്ഞ് ശീലിച്ചുപോയി. അലീന വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലേക്ക് വീണു കിടന്ന അളകങ്ങൾ മാടിവെച്ചു. എൻ്റെ മാത്രമല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, വേറെയും 3 മക്കൾ കൂടി ഉണ്ടല്ലോ. എന്നാലും ഇത്രയും കാലം ഇല്ലാതിരുന്നിട്ട് കിട്ടിയപ്പോൾ എൻ്റെ മാത്രമാണെന്നൊരു വിചാരം. സാരമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്നോട് ഇത്രയ്ക്കൊരു അടുപ്പവും സ്നേഹവും കാണിക്കുമ്പം അതെന്നോട് കാണിക്കുന്നത് പോലെയല്ലേ. നിന്നെ ഞാൻ കുളത്തൂപ്പുഴയ്ക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പപ്പ നിന്നോട് മിണ്ടാതിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സങ്കടമായി പോയേനെ. ഇവിടെ ആൻ്റപ്പൻ ചേട്ടനും പൗലോസ് ചേട്ടനും ഒക്കെ അതിശയമ്മ പപ്പ എന്നോട് ഇത്രയും പെട്ടെന്ന് കൂട്ടുകൂടിയത് കണ്ടിട്ട്. അല്ല അലീന ചേച്ചി, അതെന്താ പപ്പയ്ക്ക് എന്നോട് ഇത്രയും അടുപ്പം തോന്നാൻ കാരണം? അലീന അർത്ഥവത്തായി പുഞ്ചിരിച്ചു. എന്തോ എനിക്കറിയില്ല, ചേച്ചിക്കറിയാം. എന്നോട് പറയാത്തതാ. പറ, ബബിത കെഞ്ചി. നമ്മുടെ അമ്മയോട് പപ്പയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന് കരുതിയാൽ മതി. കുറേ നാൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ടിപ്പോൾ അമ്മയുടെ ചായയിൽ നിന്നെ കണ്ടപ്പോൾ പണ്ട് സ്നേഹിച്ചിരുന്നയാളിൻ്റെ മോളാണെന്നറിയുമ്പോൾ ആർക്കായാലും ഒരു വാത്സല്യം തോന്നും. ഇപ്പോഴും അമ്മയോട് അങ്ങനൊരു ഇഷ്ടം ഉണ്ടാവോ പപ്പയ്ക്ക്? ഇപ്പം ഉണ്ടാവണമെന്നില്ല, എന്നാലും ആ ഓർമ്മയൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവോ? എന്തൊക്കെയോ എനിക്ക് വാങ്ങിച്ചു തരണമെന്നുണ്ട് പപ്പയ്ക്ക്, പക്ഷേ എന്താ വാങ്ങേണ്ടതെന്ന് അറിയില്ല. അലീന ചേച്ചി ആ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിക്കേ. ഐസ്ക്രീം എത്ര എണ്ണമാണെന്ന് നോക്കിക്കേ, അതും പലതരം. ബബിത സന്തോഷത്തോടെ പറഞ്ഞു. എന്നോട് വേറൊരു കാര്യം കൂടി പപ്പ പറഞ്ഞു. ഇവിടെ കുറേ നാൾ താമസിച്ചോളാൻ, ഉടനെ ഒന്നും തിരിച്ചു പോവണ്ടെന്ന്. എന്തിനാ കുറച്ചു നാള്? നീ ഇവിടെ സ്ഥിരമായിട്ടങ്ങ് കൂടിക്കോടി. അലീന ചിരിച്ചു. ചേച്ചി അഞ്ജലിന് പോയതിൻ്റെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. നീയൊന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് തുടങ്ങാൻ? അയ്യോ സോറി. ഇനി അലീന ചേച്ചി പറ, ഞാൻ കേട്ടോണ്ടിരിക്കാം. പറയാൻ അത്രയ്ക്കൊന്നുമില്ല. എൽസമ്മ ആൻറ്റിയുടെ, അതായത് പപ്പയുടെ ഭാര്യയുടെ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാ. ഹോസ്പിറ്റലാണോ അതോ വീട്ടിലാണോ? ഇപ്പം വീട്ടിലാ. ശരീരത്തിൻ്റെ ഒരു പാതി തളർന്നുപോയി. കോണിപ്പടിയിൽ വെച്ച് സ്ലിപ്പർ തെന്നിയിട്ടായിരുന്നു വീഴ്ച. ജോലിക്കാർ തുടച്ചോണ്ടിരുന്നപ്പം ബക്കറ്റിലെ സോപ്പ് വെള്ളം മറിഞ്ഞ് നനഞ്ഞു കിടക്കുമായിരുന്നു. നട്ടലിന് പൊട്ടലുണ്ട്. അതുകൂടാതെ തല സ്റ്റെപ്പിലും ഇടിച്ചു. അതാ കുഴപ്പമായത്. അപ്പോൾ എണീക്കാനും നടക്കാനും ഒന്നും പറ്റില്ല ചേച്ചി. തനിയെ തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യ. ഒരു കൈയും കാലും അനക്കാം, അത്രേ ഉള്ളൂ ചലനശേഷി. അയ്യോ കഷ്ടം. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ? വായ ഒരു വശത്തേക്ക് കോടിപ്പോയി മോളെ. മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിരിക്കുക. ജ്യൂസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, പഴച്ചാറും ബാർലി വെള്ളവും. അത് വലിയ കഷ്ടമാണല്ലോ ചേച്ചി. അവിടെ ആരാ നോക്കാനുള്ളത്? ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നത്രേ, അവർ പിണങ്ങിപ്പോയി. വേറെ ജോലിക്കാരിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിലുള്ള ആളെ നോക്കാനാണെന്ന് പറയുമ്പോൾ ആരും വരാൻ തയ്യാറല്ല.
കിടന്ന കിടപ്പിലല്ലേ മലമൂത്ര വിസർജനമൊക്കെ. അതൊക്കെ ക്ലീൻ ചെയ്യണം, തുടക്കണം, മേല് കഴിക്കണം, കൂടെ കൂടെ തിരിച്ചും ചരിച്ചുമൊക്കെ കിടത്തണം. ഇന്നത്തെ കാലത്ത് ആരെ കിട്ടാനാ? പ്രായമായ പെൺമക്കളില്ലേ ചേച്ചി, അവർ ചെയ്യില്ലേ? പഠിക്കുന്ന കുട്ടികളല്ലേ മോളെ അവർ. അത് ടാനിയക്ക് മാത്രമേ പ്രായപൂർത്തിയായിട്ടുള്ളൂ. ടെൽസയ്ക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല. ടോജോ ഏറ്റവും ഇളയ കുട്ടിയാണ്. അവർക്കൊന്നും അറിയില്ല മോളെ. ടാനിയ വേണം എന്തെങ്കിലും ചെയ്യാൻ. അവൾക്ക് മമ്മിയെ കെടുത്തിരിക്കുന്ന മുറിയിലേക്ക് കയറുന്നതേ അറപ്പാണ്. ആ ആൻറ്റിയുടെ ചേച്ചി ഒരാളില്ലേ, എന്താ ആൻറ്റിയുടെ പേര്? റീത്താമ്മ. അവരെ നോക്കില്ലേ? നന്നായി. അവർ ആ വാതുക്കൽ വന്ന് നോക്കി നിൽക്കും. എന്നിട്ട് വഴക്ക് പറഞ്ഞ് ടാനിയെ കൊണ്ടും ടെൽസയെ കൊണ്ടും ഓരോന്ന് ചെയ്യിക്കും. റീത്താമാൻറ്റിക്ക് അനുജത്തിന്ന് വെച്ച വലിയ കാര്യമാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അതും പോരാഞ്ഞ് ആങ്ങളമാരും കുറേ പേരില്ലേ. നല്ല ജീവനോടെ ഓടി നടക്കുമ്പം എല്ലാവരും ഉണ്ടാകും മോളെ. എണീക്കാൻ വയ്യാണ്ട് കിടപ്പായി പോയാൽ അപ്പോഴറിയാം ഓരോരുത്തരുടെയും തനിനിറം. ഒരുപാട് നാൾ ഇങ്ങനെ കിടത്താതെ മുകളിലോട്ട് എടുത്തോളണേന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒരു കൈ സഹായിക്കാൻ മാത്രം ആരും കാണില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റീത്താമ്മ ആൻറ്റിക്കും ആങ്ങളമാർക്കും അവരുടേതായ കുടുംബങ്ങളുണ്ട്. അവര് നോക്കുമ്പോൾ എൽസമ്മ ആൻറ്റിയുടേത് വേറൊരു കുടുംബമല്ലേ. ഭർത്താവുണ്ട്, മക്കളുണ്ട്, സ്വത്തുണ്ട്. മക്കൾക്കും ഭർത്താവിനുമല്ലേ എൽസമ്മ ആൻറ്റിയുടെ നോക്കേണ്ട ഉത്തരവാദിത്തം. അവർ ശുശ്രൂഷിക്കട്ടെ. മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി നമ്മൾ എന്തിനു ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാകും. പക്ഷേ എൽസമ്മ ആൻറ്റിക്ക് ആ കിടക്കുന്ന കിടപ്പിൽ 1-2 കോടി രൂപയുടെ ലോട്ടറി അടിക്കട്ടെ. ശുശ്രൂഷിക്കാൻ ചാൻസിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും. നേരാ, നമ്മുടെ മുത്തശ്ശിയെ ഇപ്പം ആർക്കും വേണ്ട. അമ്മയായിരുന്നു അമ്മമ്മയുടെ ഒരേ ഒരു ആശ്വാസം. പിന്നെ അലീന ചേച്ചിയും. ബബിത പറഞ്ഞു. എത്ര വിളവെടുത്തതാണെങ്കിലും ആർക്കും ഉപകാരമില്ലാതായി കഴിഞ്ഞാൽ എല്ലാവരും അവഗണിക്കും. മറ്റുള്ളവർക്ക് ഭാരമായ മനുഷ്യ ശരീരം എല്ലാവരാലും വെറുക്കപ്പെടും. ശവത്തിന് കിട്ടുന്ന നീതി പോലും അതിന് കിട്ടില്ല. സ്നേഹനികേതനിൽ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തവർ, വെറുക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ. ബബിത അലീന പറയുന്ന കാര്യങ്ങൾ അമ്പരപ്പോടെ കേട്ടുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ആ കുട്ടികളുടെ കാര്യം എന്തു ചെയ്യും ചേച്ചി? അവരുടെ കാര്യം കഷത്തിലാവുമല്ലോ. ഇല്ല മോളെ. അലീന ദീർഘശ്വാസം എടുത്തു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽസമ്മ ആൻറ്റി ഒരു 3 മാസത്തിനപ്പുറത്ത് ജീവിച്ചിരിക്കില്ല. നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? 3 മക്കളില്ലേ? ഞാൻ തന്നെ പോയി നിൽക്കും മോളെ. വേറൊരു മാർഗം നോക്കിയിട്ട് കാണുന്നില്ല. പപ്പ സമ്മതിച്ചാൽ മതി. അവർക്കെല്ലാം ചേച്ചിയോട് ഭയങ്കര വിരോധമല്ലേ. എന്ത് വിശ്വസിച്ചാ അവിടെ പോയി താമസിക്കുന്നേ? അവരെ ഉപദ്രവിച്ചാലോ? ഇല്ല, നമ്മളൊരു ഭാരം ഏറ്റെടുക്കാൻ ചെല്ലുമ്പം ആരും തടയാൻ വരില്ല. ആരെങ്കിലും ചുമന്നല്ലേ പറ്റൂ. അവള് ചുമക്കട്ടെ എന്നും പറഞ്ഞ് അവര് മാറി നിൽക്കും. പപ്പ സമ്മതിച്ചാ ചേച്ചി പോവോ? പോണം. അപ്പോൾ ഞാനോ? പപ്പയല്ലേടി ഇവിടെ ഉള്ളത്. അതും പോരെങ്കിൽ ഔതക്കുട്ടിച്ചാനില്ലേ. വല്യപ്പച്ചൻ്റെ കൂടെ ഇരുന്നാൽ നേരം പോകുന്നത് അറിയില്ല. പഴയ വീരകഥകളുണ്ട് ഒരുപാട് പറയാൻ. അയ്യോ, അലീന ചേച്ചി ഇല്ലാതെ ഞാൻ ഇവിടെ താമസിക്കില്ല. എൻ്റെ മോളെ, ഈ അഞ്ചലെന്ന് പറയുന്ന സ്ഥലം അങ്ങ് ഗോകർണത്തൊന്നുമല്ല. ഇവിടുന്ന് കഷ്ടിച്ച് 18 കിലോമീറ്റർ. 1/4 മണിക്കൂർ മതി അങ്ങോട്ടെത്താൻ. നിനക്ക് ദിവസേന 10 തവണ അവിടെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സമയം കിട്ടും. ഇടയ്ക്ക് എനിക്ക് ഇങ്ങോട്ടും വരാം. എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്ന കാര്യം ആലോചിക്കണ്ട. ഞാനും വരും. പറയുന്നത് കേൾക്കും മോളെ. 2 ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യണം. 2 ദിവസവും നിനക്ക് വേണമെങ്കിൽ അഞ്ജലിയിൽ വരാം. എന്നിട്ട് തിരിച്ചു പോരണം. നീ ഇവരുണ്ടെങ്കിൽ പപ്പ വലിയ എതിർപ്പില്ലാതെ എന്നോട് പോയിക്കോളാൻ സമ്മതിച്ചേക്കും. നമ്മൾ 2 പേരും കൂടി പോവാണെന്നറിഞ്ഞാൽ ഒട്ടും സമ്മതിക്കില്ല. പപ്പയ്ക്കല്ലേ ഉത്തരവാദിത്തം. അവരുടെ കാര്യത്തിൽ പപ്പയല്ലേ മുൻകൈ എടുക്കേണ്ടത്. അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവർ പപ്പയെ വിട്ടു പോയിട്ട് കുറേ വർഷങ്ങളായി. പൈസയ്ക്ക് വേണ്ടിയല്ലാതെ ആരും ഇങ്ങോട്ട് വരാറില്ല. ഫോൺ കോൾ പോലും ഇല്ല. എൽസമ്മ ആൻറ്റിക്ക് ചേച്ചിയും മാങ്ങളമാരും പറയുന്നതായിരുന്നു വേദവാക്യം. അങ്ങനെ അമ്മയും മക്കളും ചേർന്ന് ഒരു കക്ഷി, പപ്പ എതിർ കക്ഷി. വർഷങ്ങൾ കൊണ്ട് 2 കക്ഷികളും അകന്നകന്ന് അന്യരെ പോലെയായി. എന്നാലും സ്വന്തം ഭാര്യയും മക്കളുമല്ലേ ചേച്ചി. അതൊക്കെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ കാണാനും ചിന്തിക്കാനും പറയാനുമൊക്കെ എളുപ്പമാ മോളെ. ഈ സ്നേഹമെന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ പരസ്പര സഹവാസം വേണം, പരസ്പര വിശ്വാസം വേണം, പരസ്പര ബഹുമാനം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കണം, സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ ഞങ്ങൾ ഭാര്യയും മക്കളുമാണ്, മര്യാദക്ക് ഇവിടെ വന്നിട്ട് സ്നേഹിച്ചിട്ട് പോ എന്ന് പറഞ്ഞാൽ ആര് പോകും? സ്വന്തം പെറ്റമ്മയായാലും ശരി, ശത്രുതയാണ് കാണിക്കുന്നതെങ്കിൽ ആരും വെറുത്തു പോകും.
നമ്മുടെ അമ്മ അലിനി ചേച്ചിയോട് ശത്രുതയല്ലേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ടും അലിനി ചേച്ചിക്ക് വെറുപ്പില്ലല്ലോ അമ്മയോട്. അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ ഞാൻ അമ്മയുടെ മോളാണെന്ന്. അതറിയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അമ്മയായിരിക്കും. ബബിത അല്പനേരം മൗനമായിരുന്നു. പിന്നെ വല്ലായ്മയോട് പറഞ്ഞു, ചേച്ചി എന്നെ ഇവിടെ ജാമ്യം നിർത്തിയിട്ട് നാളെ അങ്ങ് പോകും അല്ലേ? അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിന്നെ ഇവിടെ വിട്ടിട്ട് ഞാൻ പോവോ? മറ്റന്നാൾ ഞാനങ്ങ് വരാം അല്ലേ? ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്കിവിടെ വന്ന് കിടക്കാലോ. രാത്രി 10-ന് പോന്നാലും 10:45 ഇവിടെ എത്തും. എന്നാലും എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല അല്ലേ? അതിന് പറ്റിയ സ്ഥലമല്ല അത്. നിനക്കിപ്പോൾ വേണ്ടത് മനസ്സിന് കുറച്ച് സന്തോഷമാ. ഇവിടെ നിനക്കത് കിട്ടും. ചേച്ചിയെ സഹായിക്കുന്നത് എനിക്ക് സന്തോഷമാ. സമ്മതിച്ചു. ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം. അതുപോരെ? ബബിതയെ ഒരുവിധം സമാധാനിപ്പിച്ച ശേഷമാണ് അലീന സ്റ്റാൻലിയെ സമീപിച്ചത്. കുസൃതിക്കുട്ടിയുടെ ചെവിക്ക് പിടിക്കുന്ന മട്ടിൽ അവൾ പപ്പയുടെ ദൗർബല്യത്തിൽ ഊന്നിക്കൊണ്ട് തുടങ്ങി വെച്ചു. പപ്പ, ഇന്നിവിടെ ചില അത്ഭുത സംഭവങ്ങളൊക്കെ നടന്നു എന്ന് കേട്ടല്ലോ. എന്തത്ഭുതം? സ്റ്റാൻലി നെറ്റി ചൊളിച്ചു. പപ്പ ഇന്ന് ബബിതയെ വിളിച്ചോണ്ട് തോട്ടത്തിൽ പോയോ? ആ, പോയി. അതിലെന്താ അത്ഭുതം? എടുത്ത് തോളിൽ വെച്ചോണ്ടല്ല പോയത്. ജീപ്പിൽ സീറ്റുണ്ടായിരുന്നു. ബബിത കയറിയിരുന്നു. ഞാൻ ജീപ്പ് ഓടിച്ചു. മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയോ? ഓഫീസിൽ വെച്ച് ആരോ ചോദിച്ചപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും. എന്താ, അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? സ്റ്റാൻലിക്ക് ഗൗരവം കൂടി. ഒരു കുഴപ്പവുമില്ല എന്നു മാത്രമല്ല, ബബിതയ്ക്കത് കേട്ടപ്പം ഒത്തിരി സന്തോഷമായി. പക്ഷേ ടൗണിൽ കൊണ്ടുപോയി ബേക്കറിയിൽ വിളിച്ചു കയറ്റി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് കുറച്ച് കടന്ന കൈയായി പോയോ എന്നൊരു സംശയം. അലീന ഒരു കള്ളച്ചിരിയോടെ പപ്പയെ നോക്കി. നീയല്ലേ പറഞ്ഞത് വീട്ടിൽ ഗസ്റ്റ് വരുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്ന്? സമ്മതിച്ചു. പക്ഷേ ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീം എത്ര എണ്ണമാ? അതും ഏതെല്ലാം ഐറ്റം? ആ, അത് പിന്നെ അവൾക്ക് അതിഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് വാങ്ങിച്ചു വെച്ചോന്നേ ഉള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും എടുത്തു കഴിച്ചോട്ടെ. എപ്പോഴും ടൗണിൽ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അതും സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് മാസങ്ങൾ കുറേയായി. എനിക്കിതുവരെ ആരും ഐസ്ക്രീം പോയിട്ട് ഒരു കഷ്ണം ഐസ് പോലും വാങ്ങി തന്നിട്ടില്ല. നീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ കുട്ടി പോലെയാണോ നീ? നിനക്ക് ഐസ്ക്രീം തിന്നേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അതൊന്ന് എഴുതി ഒപ്പിട്ട് തരണേ പപ്പായെ. ഏതെങ്കിലും കല്യാണത്തിനോ മറ്റോ ആരെങ്കിലും ഐസ്ക്രീം തന്നാൽ കാണിക്കാമല്ലോ എനിക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയി എന്ന സർട്ടിഫിക്കറ്റ്. പിന്നെ ആരും ഐസ്ക്രീമുമായിട്ട് എൻ്റെ അടുത്ത് വരില്ല. അലീന പറഞ്ഞതും സ്റ്റാൻലിയുടെ ഗൗരവത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. നീ വന്നു കയറതെ അവളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അല്ലേ? പിന്നില്ലാതെ. അവൾ നിലത്തൊന്നുമല്ലല്ലോ നിൽക്കുന്നത്. എൻ്റെ പപ്പ എല്ലാത്രേ അവളുടെയും കൂടി പപ്പയാണെന്ന്. ഇനി എൻ്റെ കടിഞ്ഞൂൽ അവകാശം കൂടി തീരെഴുതി കൊടുത്താൽ മതി. പാലായിന്ന് വരുന്നവരെ അവഗണിച്ചെന്നുള്ള പരാതി തീർന്നല്ലോ. പക്ഷേ പാലായിന്ന് വരുന്ന എല്ലാവർക്കും വൈജയന്തിയുടെ മുഖം ഇല്ലല്ലോ പപ്പയെ. അത് ഏറ്റു. സ്റ്റാൻലി ജാളി മറക്കാൻ ഫാൻ കറങ്ങുന്നതും ജനൽക്കട്ടൻ ഇളകുന്നതുമൊക്കെ നോക്കി. പപ്പ, അഞ്ജലിയിലെ വിശേഷമൊന്നും ചോദിച്ചില്ല. എനിക്കറിയണത്ര താല്പര്യമില്ല. എന്നാലും പറഞ്ഞോ. പപ്പ അറിഞ്ഞതിനേക്കാളും വലിയ കുഴപ്പത്തിലാ എൽസമ്മ ആൻറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അലീന താനവിടെ പോയപ്പോൾ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. സ്റ്റാൻലി അസ്വസ്ഥനായി മുറിയിലൂടെ ജനാലയിലേക്കും വാതിക്കലേക്കും നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ സ്റ്റാൻലി മേശയ്ക്കരികെ നിലയുറപ്പിച്ചു. എന്തോ ആലോചിച്ച് നിന്നിട്ട് അലമാര തുറന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും എടുത്ത് ടീപ്പോയി മേൽ വച്ചു. അയാൾ മുഖം തിരിച്ച് അലീനയെ നോക്കി. പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇല്ല. ബാക്കി കൂടി പറഞ്ഞോ. പപ്പയ്ക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണം. എനിക്കൊന്നും പറയാനില്ല. പപ്പയുടെ ഭാര്യയാണ് തനിയെ ഭക്ഷണം കഴിക്കാൻ വയ്യാതെ സംസാരിക്കാൻ പോലും വയ്യാതെ അവിടെ കിടക്കുന്നത്. ആയിരുന്നു. ഇപ്പോഴും ഭാര്യയല്ലേ? ഇതുവരെ ബന്ധം പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ബന്ധം പിരിയാൻ കുടുംബ കോടതി തന്നെ വേണമെന്നില്ല. മനുഷ്യന്റെ മനസ്സിലാ താലി കെട്ടുന്നതും പൊട്ടുന്നതും. സ്റ്റാൻലി പറഞ്ഞു. കുടുംബ കോടതിയിൽ വെച്ച് പിരിഞ്ഞാൽ ആ ബന്ധം അറ്റുപോകുമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ പപ്പ. മനസ്സിൽ പൊട്ടിയ താലി മനസ്സിൽ തന്നെ വിളക്കി ചേർക്കാനും പറ്റും. അലീന, നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻലിക്ക് ശുണ്ടി കയറി. പപ്പയെ അവർ നോക്കേണ്ടത്. അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കേണ്ടതും പപ്പയാ. കാലം എന്നെ വേണ്ടായിരുന്നല്ലോ അവർക്ക്. ചേച്ചിയും ആങ്ങളമാരുമായിരുന്നല്ലോ അവരുടെ കാണപ്പെട്ട ദൈവങ്ങൾ. അവരൊക്കെ എവിടെ പോയി? ഒരു വീഴ്ച വന്നപ്പോൾ മാത്രം ഞാൻ ചുമതലക്കാരനാകുന്ന ന്യായം എനിക്ക് പെട്ടെന്ന് ദഹിക്കില്ല. പപ്പ, നമ്മളങ്ങനെ ന്യായത്തിന് മത്സരം വെച്ചാൽ ന്യായങ്ങളൊക്കെ ജയിക്കും.
മനുഷ്യൻ തോറ്റുപോവുകയും ചെയ്യും. ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ എൽസമ്മയാൻ്റെ അവിടെ കിടന്ന് മരിച്ചു പോകത്തേയുള്ളൂ. ഞാനിവിടെ ഒരു വീഴ്ച പറ്റി കിടപ്പിലായി പോയിരുന്നെങ്കിൽ അവരാരെങ്കിലും വരുമായിരുന്നോ? അവരുടെ പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. അത്രയ്ക്കൊന്നും ഞാൻ അവരെ അവഗണിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. പപ്പ, അതവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോന്ന് പപ്പ അന്വേഷിച്ചോ? അതെന്റെ ജോലിയല്ല. അവൾക്ക് ഭർത്താവല്ല, ഗാർഡിയൻ. അവളുടെ കൂടപ്പിറപ്പുകളാണ്. ദേഷ്യം കൊണ്ട് പപ്പയുടെ മൂക്കു ചുവക്കുന്നത് അലീന കണ്ടു. അവൾ കുറച്ചു സമയം മിണ്ടാതെ നിന്നു. സ്റ്റാൻലി ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചപ്പോൾ അവൾ അടുത്ത് ചെന്ന് അളവ് നോക്കി. എന്നോട് ദേഷ്യപ്പെട്ട് കൂടുതൽ ഒഴിക്കരുതേ. സ്റ്റാൻലി മിണ്ടിയില്ല. പപ്പ, ഞാൻ 2 ദിവസം അവിടെ പോയി നിൽക്കട്ടെ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട് പപ്പ. പപ്പ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ പപ്പയുടെ ജോലിയാണ് ചെയ്യാൻ പോണത്. എല്ലാ ദിവസവും ഞാനിവിടെ വന്നിട്ട് പോയിക്കോളാം. എനിക്കവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് ഉറപ്പാ. അതല്ലേ പപ്പയുടെ പേടി? സ്റ്റാൻലി മൗനമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ബബിതയെ ഇവിടെ വിട്ടിട്ട് എനിക്കങ്ങനെ വല്ലയിടത്തും പോയി കിടക്കാൻ പറ്റുമോ? അവിടെ ചെന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത്. പപ്പ, എൽസമ്മ എന്നോട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ടാനിയോട് ചോദിച്ചു. അവൾക്ക് പോലും ശരിക്കും അറിഞ്ഞുകൂടാ. ഡോക്ടറെ കുറിച്ചു കൊടുത്ത മരുന്ന് വാങ്ങി കഴിപ്പിക്കുന്നുണ്ട്, അത്ര തന്നെ. റീത്താമ്മേൻ്റെയോട് ചോദിച്ചപ്പോൾ അവർ മുഖം വീർപ്പിച്ച് നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ചികിത്സിച്ച ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കണം. തക്കതായ ചികിത്സ കൊടുത്താൽ സംസാരശേഷിയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുമോ എന്നറിയണം. അവർക്ക് കൊടുത്തതൊക്കെ പോട്ടെ, പപ്പ എനിക്ക് കുറച്ച് രൂപ തന്നയക്കണം. പപ്പ കണ്ടില്ലല്ലോ എൽസമ്മ ആൻറ്റിയുടെ ദയനീയ അവസ്ഥ. കണ്ടാലൊരിക്കലും പപ്പ പോകണ്ടെന്ന് പറയില്ല എന്നോട്. എനിക്ക് അപ്പച്ചനോടും കൂടി ഒന്ന് ആലോചിക്കണം. സ്റ്റാൻലി അല്പം മയപ്പെട്ട് പറഞ്ഞു. മതി, ആലോചിച്ചിട്ട് മതി. നീ ചെന്ന് അപ്പച്ചനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അലീന തിടുക്കത്തിൽ മുറിവിട്ടിറങ്ങി. ബബിത ബാക്ക് സീറ്റിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങിയിരുന്ന് അലീന ഡ്രൈവ് ചെയ്യുന്നത് നോക്കുകയാണ്. സ്റ്റാൻലിയും അവളുടെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് മുൻസീറ്റിലിരിപ്പുണ്ട്. അലീനയ്ക്ക് ചെറിയ പിഴവുകൾ സംഭവിക്കുമ്പോൾ സ്റ്റാൻലി കടുത്ത ഭാഷയിൽ വഴക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. തലയ്ക്ക് പുറകിൽ അടി കിട്ടിയേക്കുമോ എന്ന് അലീനയ്ക്ക് പേടിയുണ്ടായിരുന്നു. സ്റ്റാൻലി ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പാലായിന്ന് കുളത്തൂപ്പുഴയ്ക്ക് വന്നപ്പം അലീന ചേച്ചി കാറോടിച്ചല്ലോ. അന്നേരം ഒരു കുഴപ്പവുമില്ലായിരുന്നു, ബബിത പറഞ്ഞു. നല്ലൊരു ഡ്രൈവർ അടുത്തിരുന്നാലേ കുഴപ്പങ്ങളുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. സ്റ്റാൻലി ബബിതയ്ക്ക് മറുപടി കൊടുത്തു. ബൈജി നല്ല ഡ്രൈവറല്ലേ? ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ. ബൈജി ഇവളുടെ കുറ്റം പറയുമോ? കൊള്ളാം. പെണ്ണെ, നീ ബൈജുവിനെ ചേട്ടാന്ന് വിളിക്കണം. നിന്നേക്കാൾ പ്രായക്കൂടുതലുണ്ട്, അലീന ബബിതയെ ഓർമ്മിപ്പിച്ചു. അതിനിടയിൽ കാർ ഒരു വളവ് തിരിയുകയും എതിരെ വന്ന ബസ്സിനെ വെട്ടിയൊഴിഞ്ഞു പോവുകയും ചെയ്തു. ഇത്തവണ അലീനയ്ക്ക് ഒരു കിഴുക്ക് കിട്ടി. എവിടെ നോക്കിയാ ഓടിക്കുന്നേ? ഈ ഹോൺ എന്തിനാ വച്ചിരിക്കുന്നത്? സോറി പപ്പ. അലീന കണ്ണു ചിമ്മി. അന്തരിലെ വീട്ടിലേക്ക് അല്പം കൂടിയേ ദൂരമുള്ളൂ. കാർ ഒരു ഗേറ്റിന് മുൻപിലെത്തി നിന്നു. പപ്പ ഇറങ്ങണ്ട, ഞാൻ തുറന്നോളാം ഗേറ്റ്. അലീന തന്നെ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നിട്ട് തിരിച്ചു വന്ന് കാറിൽ കയറി. കാർ ഓടിച്ച് വീടിന്റെ പോർച്ചിന് സമീപം കൊണ്ടുപോയി നിർത്തി. എങ്ങനെയുണ്ടടി എൻ്റെ ഡ്രൈവിങ്? അലീന കുസൃതിയിൽ പിന്നോട്ട് തിരിഞ്ഞു ചോദിച്ചു. ഫാന്റാസ്റ്റിക്. ചേച്ചി പലതവണ ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ബബിത പറഞ്ഞു തീർന്നതും സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. അത്രയ്ക്ക് കളിയാക്കിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ നല്ല വൃത്തിയായിട്ട് കാർ ഓടിച്ചു. അല്ലെങ്കിൽ പപ്പയോട് ചോദിച്ചു നോക്ക്, അലീന പറഞ്ഞു. ശരിയാ, സ്റ്റാൻലി ചിരി നിർത്തിയിട്ട് പറഞ്ഞു. ചെറിയ ചില കൈപ്പിഴകളൊക്കെ ഉള്ളൂ, സാരമില്ല. ചെറിയ കൈപ്പിഴ മതിയല്ലോ തല പോകാൻ, ബബിത പറഞ്ഞു. പപ്പ, ഇവളെ കൂടി ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചേക്കണേ. എന്തായാലും അവിടെ വെറുതെ ഇരിക്കുമല്ലേ. അയ്യോ, എനിക്ക് പഠിക്കണ്ടായേ. നീയല്ലടി ഇന്നലെ പറഞ്ഞത് ഡ്രൈവിംഗ് പഠിച്ചാൽ കൊള്ളാമെന്ന്. പപ്പയോട് ഈ കൈകൊണ്ട് ഒറ്റ അടി അടിച്ചാൽ ഞാൻ ചത്തുപോകില്ലേ? എനിക്കിട്ടടിക്കുന്നത് പപ്പയുടെ സ്വന്തമാണല്ലോ എന്നുള്ള അധികാരം വെച്ചല്ലേ. പക്ഷെ നിന്നെ തല്ലാൻ നേരത്ത് പപ്പായ്ക്ക് വൈജയന്തിയുടെ ഓർമ്മ വരും. അന്നേരം കൈ താനേ താഴും. അലീന പറഞ്ഞു തീരും മുൻപേ സ്റ്റാൻലി ഡോർ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. കാർ പോർച്ചിൽ ഒരു ബൈക്കും 2 സൈക്കിളുകളും ഇരിപ്പുണ്ടായിരുന്നു. ടാനിയും ടെൽസയും ടോജോയും സിറ്റൗട്ടിലിറങ്ങി നോക്കി നിൽക്കുന്നത് അയാൾ കണ്ടു. ചെറിയൊരു ജിജ്ഞാസയല്ലാതെ ആരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല. അലീന ഡോർ തുറന്നിറങ്ങുന്നത് കണ്ട് പിൻവലിയാൻ ഭാവിച്ച ടാനിയ ബബിതയെ കണ്ടതോടെ തിരിഞ്ഞു നിന്നു. ആകാംക്ഷയോടെ അവൾ ബബിതയെ നോക്കി. ഏതാണപ്പാ ഈ പുതിയ അവതാരം? അവൾ ടോജയ്ക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പിറുപിറുത്തു. അലീനയെ കണ്ടതും ടെൽസ ചിരിച്ചുകൊണ്ട് ചാടി ഇറങ്ങി ചെന്നു. അത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബബിതയ്ക്ക് മനസ്സിലായി.
വൃത്തിഹീനമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അവൾ അടുത്തു വന്നപ്പോൾ പുളിച്ച വിയർപ്പിന്റെയും കനത്ത എണ്ണയുടെയും ഗന്ധമടിച്ചു. അലീന ചേച്ചി വാത്സല്യത്തോടെ അവളെ ആശ്ലേഷിക്കുന്നത് കണ്ടപ്പോൾ ബബിതയ്ക്ക് വിസ്മയം പൂണ്ടു. ആരാ ചേച്ചി അത്? ടെൽസ ബബിതയുടെ നേർക്ക് കൈ ചൂണ്ടി. അത് ബബിത, നിന്റെ ഒരു ചേച്ചിയാ. ആണോ? ടെൽസ ബബിതയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. ഈ ചേച്ചിയെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ടെൽസ പറഞ്ഞു. ടാനിയ ഇതിനകം അകത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. ടോജോ അലീനയെയും സ്റ്റാൻലിയെയും ബബിതയെയും മാറി മാറി നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ നിൽപ്പുണ്ട്. സ്റ്റാൻലി അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കിന്ന് ക്ലാസ്സില്ലായിരുന്നോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ഓ, അത് ശരി. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഇനി ചോദിക്കാനും പറയാനും ഒന്നുമില്ല അപ്പനും മകനുമിടയിൽ. അലീന ടെൽസിയെയും കൂട്ടി സിറ്റൗട്ടിലേക്ക് കയറി. ഇങ്ങോട്ട് കയറി വാടി. അവൾ തിരിഞ്ഞ് ബബിതയെ വിളിച്ചു. കയറി വാടി, ടെൽസിയും വിളിച്ചു. മോളെടീന്ന് വിളിക്കരുത് കേട്ടോ, ചേച്ചിന്ന് വിളിക്കണം. ചേച്ചി, ടെൽസ സമ്മതിച്ചു. ബബിത സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. അലീന ടോജയോട് കുശലം ചോദിച്ചു. അവൾ അകത്തേക്ക് നീങ്ങിയപ്പോൾ ബബിതയും പുറകെ ചെല്ലാൻ ഭാവിച്ചു. വേണ്ട മോളെ, നീ ഇവിടെ എങ്ങാനും ഇരുന്നോ. അത് ശരിയാവില്ല, എനിക്ക് കാണണ്ടേ എൽസമ്മ ആൻറ്റിയെ, ബബിത പറഞ്ഞു. നീ കാണാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ ബബിത സമ്മതിച്ചില്ല. അവളും കൂടെ ചെന്നു. ടാനിയ ഒരു ഫയൽ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. നീ എവിടെ പോകുന്നു? സ്റ്റാൻലി തിരക്കി. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അലീനയുടെ പിന്നാലെ സ്റ്റാൻലിയും ബബിതയും ഒരു വാതിലിന് നേർക്ക് നീങ്ങി. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. അലീന അത് മെല്ലെ തള്ളി തുറന്നു. മനംപിരട്ടലുണ്ടാക്കുന്ന ഒരു ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു. വെന്റിലേഷനിലൂടെ കടന്നു വരുന്ന പകൽ വെളിച്ചം മാത്രമേയുള്ളൂ മുറിയിൽ. സ്റ്റാൻലിയുടെ പിന്നാലെ അകത്തേക്ക് കയറി ബബിത ശുദ്ധവായുവിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു. അലീന ചുമരിലെ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റിട്ടു. കട്ടിലിൽ വസ്ത്രങ്ങൾക്കിടയിൽ കുഴഞ്ഞു കിടക്കുന്ന മനുഷ്യരൂപം കണ്ട് സ്റ്റാൻലി ഞെട്ടിപ്പോയി. കുഴിയിലാണ്ടുപോയ കണ്ണുകളും ഉന്തിയ കവിളിലുകളും ഒട്ടിയ കവിളുകളും മരണത്തിന്റെ വിളർച്ചയുമായി ഒരു മുഖം. വായ ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നു. കടവായിലൂടെ ഉമിനീരൊലിക്കുന്നുണ്ട്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാനായി മൂക്കിലൂടെ ട്യൂബിട്ടിരിക്കുന്നു. മറുവശത്തേക്ക് അല്പം ചെരിഞ്ഞു കിടന്ന ശരീരം ഒരു പഴയ സാരി കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നു. കഴുത്ത് പിരിഞ്ഞ മട്ടിൽ തല ചെരിച്ച് മുറിയിലുള്ളവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. തെരുവോരത്ത് മാലിന്യങ്ങൾ തളം കെട്ടിയ ഓടയ്ക്ക് സമീപം മെലിഞ്ഞ് എല്ലരിച്ച് ചാവാറായി കിടക്കുന്ന ഒരു മൃഗം ചുറ്റും കൂടിയവരെ നോക്കുന്നത് പോലെ. കട്ടിലിന് കീഴിൽ മലിനജലം തളം കെട്ടി കിടക്കുന്നു. മുറിയിലെമ്പാടും ഈച്ചയാർക്കുന്നുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് ഹോസ്പിറ്റലിൽ വെച്ച് താൻ കണ്ട രൂപമേ അല്ലെന്ന് സ്റ്റാൻലി ഉൾക്കിടലത്തോടെ ഓർത്തു. ദുർഗന്ധപൂരിതമായ ആ അന്തരീക്ഷത്തിൽ നിന്ന് ബബിത ആദ്യം തന്നെ പിൻവലിഞ്ഞു. സ്റ്റാൻലിയും മുറിവിട്ടിറങ്ങി. അലീന ചെല്ലുമ്പോൾ രണ്ടുപേരും സിറ്റൗട്ടിൽ മൂകമായി നിൽക്കുകയാണ്. പപ്പ വല്ലാതെ അസ്വസ്ഥനായി ഇരിക്കുന്നുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആരോടെല്ലാമോ കടുത്ത വെറുപ്പും അമർഷവും ഇരമ്പുന്ന മുഖം. അലീന അരികെ ചെന്ന് സൗമ്യമായി അയാളുടെ കരം ഗ്രഹിച്ചു. സാരമില്ല പപ്പ, പപ്പ സമാധാനമായിട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. സ്റ്റാൻലി മകളുടെ മുഖത്തേക്ക് നോക്കി ഇടതു കൈകൊണ്ട് അവളെ ആശ്ലേഷിച്ചു. നിനക്ക് മാത്രമേ പറ്റൂ, അയാളുടെ സ്വരമിടറി. പെട്ടെന്ന് മുഖം തിരിച്ച് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.